മലാങ്കുന്ന് തല്ലാണി ശ്രീ വയനാട്ടുകുലവൻ തറവാട്ടിൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ അന്നദാനത്തിലേക്കുള്ള ജൈവ പച്ചക്കറി കൃഷി വിളവെടുത്തു. ഉദുമ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഗോപിനാഥൻ നായർ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. പാലക്കുന്നുകഴകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ചിറമ്മൽ പ്രാദേശിക സമിതിയിൽപ്പെട്ട മലാങ്കുന്ന് തല്ലാണി ശ്രീ വയനാട്ടുകുലവൻ തറവാട്ടിൽ ആദ്യമായി നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ അന്നദാനത്തിലേക്ക് പ്രാദേശിക സമിതി നേതൃത്വത്തിൽ നടത്തിയ ജൈവ കൃഷിയാണ് വിളവെടുത്തത്. മലാങ്കുന്ന് കൊപ്പൽ വയലിലാണ് വെള്ളരി, മത്തൻ, കുമ്പളം എന്നിവ കൃഷി നടത്തിയത്. ആഘോഷ കമ്മിറ്റിയുടെയും പ്രാദേശിക സമിതിയുടെയും മാതൃസമിതിയുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഉദുമ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഗോപിനാഥൻ നായർ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖല വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ് ചെയ്യുന്നത്. പുതിയ തലമുറ കൃഷിയിലേക്ക് ആരും വരുന്നില്ല. അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാർഷിക മേഖല മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലത്തെ കൂട്ടായ്മകൾ കൊണ്ട് മാത്രമേ പറ്റൂ. വയനാട്ടുകുലവൻ തെയ്യംകെട്ട് അതുപോലെ ക്ലബ്ബുകൾ അങ്ങനെ കൂട്ടായ്മകളിലൂടെ മാത്രമേ നമുക്കിനി മുന്നോട്ട് കാർഷിക മേഖല കൊണ്ടുപോകാൻ പറ്റൂ. ഈ തറവാട് കമ്മിറ്റി നെൽകൃഷി ചെയ്തിട്ടുണ്ട് മാങ്ങാട് വയലിൽ. അതുപോലെ തന്നെ ഇവിടെ പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ പല ദേശങ്ങളിൽ നിന്ന് വരുന്ന ജനങ്ങൾക്ക് വിഷരഹിതമായ പച്ചക്കറി നൽകണമെന്ന ഉദ്യമത്തോടു കൂടിയാണ് ഇവർ നടത്തിയത്. ഇതിന് കൃഷിഭവൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി. പ്രാദേശിക സമിതി പ്രസിഡന്റ് PV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ജയസന്ധ്യ മുഖ്യാതിഥിയായി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ CH നാരായണൻ, മാതൃസമിതി പ്രസിഡന്റ് ലതാ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലച്ചേരി നാരായണൻ സ്വാഗതവും അശോക് കുമാർ നന്ദിയും പറഞ്ഞു. തെയ്യംകെട്ടിനോടനുബന്ധിച്ച് തല്ലാണി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദുമ ഗ്രാമപഞ്ചായത്ത് അംഗം ജയസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. കുമ്പളം, മത്തൻ, വെള്ളരി എന്നിവയാണ് കൃഷി ചെയ്തത്. കൂട്ടായ്മ അംഗങ്ങൾ വിളവെടുപ്പിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.